തായ്വാന് സമീപമുള്ള യോനാഗുനി ദ്വീപിൽ മിസൈലുകൾ വിന്യസിക്കുവാനുള്ള ജപ്പാന്റെ നീക്കത്തിനെതിരെ ചൈന രംഗത്ത്. പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുന്നതും സൈനികമായ പ്രകോപനം സൃഷ്ടിക്കുന്നതുമാണ് ജപ്പാന്റെ നീക്കമെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്ന പശ്ചാത്തലത്തിലാണ് ചൈനയുടെ പ്രതികരണം. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് ആണ് ജപ്പാനെതിരെയുള്ള ചൈനീസ് നിലപാട് വ്യക്തമാക്കിയത്. പുതുതായി അധികാരമേറ്റ ജാപ്പനീസ് പ്രധാനമന്ത്രി സാനെ തകായിച്ചിയുടെ പ്രതികരണമാണ് ജപ്പാൻ ചൈന ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയത്. ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാനെതിരായി ചൈനീസ് ആക്രമണമുണ്ടായാൽ ടോക്കിയോയിൽ നിന്ന് സൈനിക പ്രതികരണം ഉണ്ടാകുമെന്നായിരുന്നു സാനെ തകായിച്ചി പറഞ്ഞത്. ജപ്പാനിലെ വലതുപക്ഷ ശക്തികൾ ജപ്പാനെയും മേഖലയും ദുരന്തത്തിലേക്ക് നയിക്കുന്നുവെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രതികരണം. ദേശീയ പ്രാദേശിക പരമാധികാരം സംരക്ഷിക്കാൻ ബെയ്ജിംഗ് ദൃഢനിശ്ചയമുള്ളവരും പ്രാപ്തരുമാണെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു. തായ്വാന്റെ കിഴക്കൻ തീരത്തു നിന്ന് ഏകദേശം 110 കിലോമീറ്റർ അകലെയുള്ള യോനാഗുനി ദ്വീപിലെ ഒരു സൈനിക താവളത്തിൽ ഒരിടത്തരം ഉപരിതല വിമാന മിസൈൽ യൂണിറ്റ് വിന്യസിക്കാനുള്ള പദ്ധതികൾ മുന്നോട്ടു നീങ്ങുന്നുവെന്ന് ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമി ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. യോനാഗുനിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മിസൈൽ വിന്യാസം നടത്തുന്നതെന്നും ജാപ്പനീസ് പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ഇതിനെതിരെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവിന്റെ പ്രതികരണം. ഈ നീക്കം അങ്ങേയറ്റം അപകടകരമാണ്. അടുത്തുള്ള രാജ്യങ്ങളിലും അന്താരാഷ്ട്ര സമൂഹത്തിലും ഗുരുതരമായ ആശങ്കകൾ ഉയരണം, പ്രത്യേകിച്ച് തകായിച്ചിയുടെ മുൻ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ എന്നായിരുന്നു മാവോ നിങ് തിങ്കളാഴ്ച പറഞ്ഞത്. ജാപ്പനീസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾക്ക് പിന്നാലെ ചൈനീസ് ദേശീയ മാധ്യമങ്ങൾ വിഷയത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് ചൈനീസ് അധികൃതർ ജാപ്പനീസ് സമുദ്ര വിഭവങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ജാപ്പനീസ് സിനിമകളുടെ റിലീസ് നിർത്തിവെക്കുകയും പൗരന്മാർക്ക് ജപ്പാൻ സന്ദർശിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ യോനാഗുനി ദ്വീപിൽ മിസൈൽ വിന്യസിക്കാനുള്ള ജാപ്പനീസ് നീക്കത്തോട് അനുകൂലമായിട്ടായിരുന്നു തായ്വാന്റെ പ്രതികരണം. ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ജപ്പാൻ അതിന്റെ പ്രദേശത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്നുവെന്നാണ് തായ്വാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഫ്രാങ്കോയിസ് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളോട് പറഞ്ഞത്. ജപ്പാൻ അതിന്റെ സൈനിക സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നത് അടിസ്ഥാനപരമായി തായ്വാൻ കടലിടുക്കിൽ സുരക്ഷ നിലനിർത്തുന്നതിന് സഹായകരമാണ്. അതിനാൽ തീർച്ചയായും ഇത് നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് സഹായകരമാണ്. കാരണം ജപ്പാന് തായ്വാനോട് ഒരു പ്രാദേശിക രൂപകൽപ്പനയോ ശത്രുതയോ ഇല്ല എന്നും തായ്വാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു.